തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം സമാധാനം തരാനിരിക്കുന്ന ആളാണ്. നമ്മൾ ദൈവത്തിന് സമാധാനക്കേട് ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് യെശയ്യാപ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ, അതേ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. ദൈവത്തോട് സമാധാനം ചെയ്യണമെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും. ദൈവിക സമാധാനം നമ്മളിൽ നിറയുമ്പോൾ ആർക്കുമില്ലാത്ത സമാധാനമാണ് നമുക്ക് തരുന്നത്. ആ ദൈവിക സമാധാനം എന്ന് പറഞ്ഞാൽ പണമല്ല, സ്ഥാനമല്ല, പൊസിഷനല്ല, ആരോഗ്യമല്ല, ഒന്നുമല്ല. ദൈവിക സമാധാനം ഒരു അനുഭവമാണ്. ആ ദൈവിക സമാധാനം ഒരു ദൈവികമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. നമ്മുടെ കീ ദൈവമായിരിക്കും. ദ കീ ഈസ് ടു ടേക്ക് ഹോൾഡ് ഓഫ് ഗോഡ്സ് സ്ട്രെങ്ത്. ദൈവത്തിന്റെ ശക്തിയായിരിക്കും നമ്മളിലുള്ളത്. ആ ദൈവശക്തിയോട് നമ്മൾ നിറയുമ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. എനിക്ക് പണ്ടൊരു അച്ഛൻ ഒരു ഗിഫ്റ്റ്, ഒരു വാക്യം കൊണ്ടു തന്നു. ഈ വാക്യം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. ആ വാക്യം ഞാൻ എല്ലാ ദിവസവും പാർത്ത ഭവനത്തിൽ അത് കണ്ടേച്ച് ഇറങ്ങിപ്പോകും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. എനിക്ക് എല്ലാം എൻ്റെ കർത്താവിനാൽ ചെയ്യാമെന്നുള്ള ഉറപ്പ്. പ്രയാസങ്ങളെ പ്രതികൂലങ്ങളെ കൂടെ. അപ്പൊ അവിടെ പറയണം, ദിസ് വാലി ഈസ് നോട്ട് മൈ ഹോം. ഈ താഴ്വര എൻ്റെ അവസ്ഥയല്ല. അപ്പൊ എനിക്കുള്ള സമാധാനത്തിൽ ഞാൻ കഴിയുന്നത് ദൈവിക സമാധാനം, ദൈവിക സ്ട്രെങ്ത് എന്നിൽ വരുമ്പോഴാണ്. അതിനായി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, സമാധാനം നഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനത്താൽ നിന്റെ മക്കളിലേക്ക് സമാധാനം ഇറങ്ങിച്ചെന്ന് ദൈവത്തോട് സമാധാനം ചെയ്യുന്നവരായി തീരട്ടെ. സമാധാന സന്ധി ദൈവത്തോടുണ്ടാക്കുമ്പോൾ ആ ദൈവിക പദ്ധതിയാവുമല്ലോ. ദൈവത്തിലാണ് ഞങ്ങളുടെ സമാധാനം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളിലും കോളേജുകളിലും ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സമാധാനമില്ലാതെ തകർന്നടിഞ്ഞ വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.